പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 3 തൊട്ടിട്ടാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇങ്ങനെയാണ്: റൈറ്റ് ഡൗൺ ദ സീക്വൻസസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. ആ നാച്ചുറൽ നമ്പേഴ്സിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ് ചെയ്താനാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, അതിനെ 3 കൊണ്ട് ഓരോന്നിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ചെയ്താൽ. രണ്ടാമത് അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 2 കിട്ടും. അങ്ങനെ 2 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ് ചെയ്താനാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, 1, 2, 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്. 1നെ നമ്മൾ 3 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0 പോയിൻറ്റ് റിമൈൻഡർ 1 ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി നമ്മുടെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ 3 ആണ്. അപ്പം എന്താ കോമൺ ഡിഫറൻസ് 3 ആയിരിക്കും, കൂട്ടി പോകണ്ടേ. നമുക്ക് ചെയ്ത് നോക്കാം 3 വരുമോ. 1 കഴിഞ്ഞിട്ട് 2 അല്ലേ അടുത്ത നാച്ചുറൽ നമ്പർ. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പോൾ 2 എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് 3 അല്ലേ നാച്ചുറൽ നമ്പർ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 4 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോഴോ റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത നമ്പർ ഏതാ സീക്വൻസിലെ? 4. അപ്പം 1ൽ നിന്ന് 4ലോട്ട് 3 തന്നെയാണല്ലോ വന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് 3 ആയിരിക്കും, കൂട്ടി പോകണ്ടേ. 4 + 3 എത്രയാണ്? 7. 1, 4, 7. അടുത്ത 7 + 3 10. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് കിട്ടി. ഈ ഒരു സീക്വൻസ് 1, 4, 7, 10 എന്ന് പറയുന്ന സീക്വൻസ് ആയിരിക്കും. അതിൽ ഓരോ നമ്പറിനെയും ഏത് നമ്പറിലെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? റിമൈൻഡർ 1 കിട്ടും. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് ഇതേപോലെ നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ്, അതെങ്ങനെയുള്ള സീക്വൻസ് ആയിരിക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 2 ആയിരിക്കണം കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി 1നെ ചെയ്തപ്പം 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1 വന്ന്, 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 വന്നു. അപ്പോൾ 2 അല്ലേ നമുക്ക് റിമൈൻഡർ വരണ്ടേ. അപ്പം നമ്മുടെ ഈ സീക്വൻസിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അടുത്ത 2 + 3 5. നോക്കാം, 5നെ ഡിവൈഡ് ചെയ്യുക 3 കൊണ്ട് എന്ത് വരും? 5 ഡിവൈഡ് ബൈ 3 2 അല്ലേ വന്നേ. അപ്പം 2, 5. അടുത്ത 5 + 3 എത്രയാണ്? 7, 8. അപ്പോൾ 2, 5, 8 അങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആയിരിക്കും അടുത്ത് കിട്ടുന്നത്. അപ്പം ആദ്യത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1, 4, 7, 10 എന്ന് പറയുന്ന സീക്വൻസ് നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസാണ്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത്. അടുത്ത നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 2, 5, 8 ആണ്. അതെങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം തേർഡ് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ സീക്വൻസ് ചെയ്ത് രണ്ടാമത്തെ സീക്വൻസ് ചെയ്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. അതായത് ഇവിടെയും നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്? 1ലോ യൂണിറ്റ് പ്ലേസ് 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ 1 ആണല്ലോ, അത് 1ൽ എൻഡ് ചെയ്യുന്നത്. അടുത്ത 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതൊന്നും 5 കഴിഞ്ഞിട്ട് 6 ഉണ്ടല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1ഓ 6ഓ ആയാൽ മതി ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന നമ്പർ. അപ്പം 1 കഴിഞ്ഞിട്ട് പിന്നെ 6 കഴിഞ്ഞിട്ട് പിന്നെ 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാ? 11 അല്ലേ. 11ൻ്റെ യൂണിറ്റ് പ്ലസ് 1 അപ്പോൾ 11 എഴുതാം. അടുത്തത് 16 എടുക്കുമ്പോഴും ലാസ്റ്റ് എന്താ? യൂണിറ്റ് പ്ലേസിൽ 6 അല്ലേ, 16. അടുത്തത് ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നുണ്ട് 21ൻ്റെ. അടുത്ത 26, അടുത്ത 31, 36 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ യൂണിറ്റ് പ്ലേസിൽ 1ഓ 6ഓ വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ചെയ്താനായിരുന്നു. അപ്പോൾ 1, 6, 11, 16, 21, 26, 31, 36, 41, 46 അങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. ഇപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന 1ലോ 6ലോ അവസാനിക്കുന്ന ഒരു സീക്വൻസ് ചെയ്താനല്ലേ. ഇതേപോലെ വേറൊരു രീതിയിൽ ഈ ഒരു സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്ക് വേണമെങ്കിൽ പറയാം, the sequence is got by adding 5 added to every previous number. ഈ ഓരോ 1ൽ തുടങ്ങി 1ൻ്റെ കൂടെ 5 കൂട്ടി 6, 6ൻ്റെ കൂടെ 5 കൂട്ടി 11, 11ൻ്റെ കൂടെ 5 കൂട്ടി 16. അപ്പം തൊട്ട് പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ 5 കൂട്ടുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞൂടെ.
അപ്പോൾ ഒരു രീതി നമുക്ക് പറയാം സീക്വൻസ് ഓഫ് 5 ആഡഡ് ടു എവറി പ്രീവിയസ്. ഒരു രീതി നമുക്ക് എങ്ങനെ പറയാം, ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുമെന്ന് പറയാം അല്ലേ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 കിട്ടും, അങ്ങനെ 1 കിട്ടും റിമൈൻഡർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് എ സീക്വൻസ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 അങ്ങനെ എഴുതാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സീക്വൻസിനെ പറയാൻ പറ്റും. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. അപ്പം ഒരു ടാങ്കിൽ മൊത്തത്തിൽ എത്ര വെള്ളമുണ്ട്, 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 5 ലിറ്റർ വീതം അതിൽ നിന്ന് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ആദ്യം 1000 ലിറ്റർ ആയിരുന്നു, അടുത്ത സെക്കൻഡ് ആയപ്പോഴത്തേക്കും 5 ലിറ്റർ കുറഞ്ഞ്, അപ്പം 5 ലിറ്റർ കുറയുമ്പോൾ 995 ലിറ്ററായി. പിന്നെ അടുത്ത സെക്കൻഡ് ആകുമ്പം വീണ്ടും 5 ലിറ്റർ കുറഞ്ഞു, അപ്പോൾ 990 ലിറ്റർ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് 1000 ലിറ്റർ, 995 ലിറ്റർ, 990 ലിറ്റർ, അടുത്തത് 985 ലിറ്റർ, 980 ലിറ്റർ, അങ്ങനെ. അതായത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 5 ലിറ്റർ വെള്ളം പൊയ്ക്കൊണ്ടേയിരിക്കും. മൊത്തത്തിൽ 1000 ലിറ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5 ലിറ്റർ വീതം ഓരോ സെക്കൻഡ് കഴിയുന്തോറും പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് 1000 ലിറ്റർ, 995, 990 അങ്ങനെയുള്ളൊരു സീക്വൻസ് കിട്ടും. അപ്പോൾ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 5 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു ടോട്ടൽ.